ഹലോ ഗായ്സ്, എന്നാ ഉണ്ട് വിശേഷം? ഞാന് കുറച്ചു ദിവസം എല്ലാത്തിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിരിക്കുമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, കാര്യം ഇപ്പൊ കാണിച്ചു തരാം. ഒരു കിടിലൻ പനി വന്നതാണ്. അതിനുശേഷം ഒന്നും ഓർമ്മയില്ല. കുറെ ടെസ്റ്റുകളും ട്രിപ്പുകളും ഒക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പം ഏകദേശം എല്ലാം കൊണ്ടും ഓക്കെയായി സെറ്റായിട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്കിപ്പോ സെക്കൻഡ് സെമ്മിന്റെ എക്സാം നടക്കുവാണ്. ഇന്ന് എക്സാം നമ്പർ 3 ആണ് ഗൈസ്. പനിയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും ഡോക്ടർ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ആരോഗ്യം ശ്രദ്ധിച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. അത് കേട്ടപാടെ തന്നെ ഞാൻ രാവിലത്തെ കാപ്പി സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കാന്ന് വിചാരിച്ചു ഗൈസ്. പുറത്ത് ഒരു രക്ഷയില്ല ഗൈസ്, നല്ല കേടില്ല മഴ. ഇത്തവണ മഴ നേരത്തെ എത്തും. പാലക്കാട് മഴയാണേലും വെയിലാണേലും ഇനിയിപ്പോ റെഡ് അലേർട്ട് കൊടുത്ത് കോളേജൊക്കെ അവധിയാണെന്നുണ്ടെങ്കിലും എക്സാമിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് എക്സാം എഴുതാൻ സമയത്തിന് ചെല്ലണം. ലിപ്സ്റ്റിക്, പൗഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരെ കോളേജിലേക്ക് ചെല്ലാം. കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ദേഹത്ത് പറ്റണം. കോളേജിൽ പോവാൻ റെഡി ആയി കഴിഞ്ഞാല് അവസാന നിമിഷം ഒരു പഠിത്തം, അത് നിർബന്ധം. ഞാനിപ്പോ തപസ്സിരിക്കുന്നതല്ല, ഞാനെല്ലാം ഓർത്തു നോക്കുകയാണ്. എന്റെ തലയിലെല്ലാം ഉണ്ടോ അതോ ചോർന്നു പോയോ? പ്രശ്നമൊന്നുമില്ല, എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഗൈസ്, ഇതാണ് എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അതിനിടയ്ക്കൂടെ ഒരു ഔട്ട്ഫിറ്റ് ചെക്കും കൂടി. ഇത് പൊതുവെ ഐഡി കാർഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജിന്റെ മാല. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? കമന്റ് ബിലോ. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, എക്സാം ആയിട്ട് ഒരു ടെൻഷനും ഇല്ലല്ലോ, വളരെ കൂളാണല്ലോ. ഗൈസ്, അകത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ സ്ഥിരം കൊണ്ടുവന്ന സഞ്ചിയുടെ അകത്ത് പെന്ന്, ഹോൾ ടിക്കറ്റ് തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തു. ഇനി നമുക്ക് നേരെ കോളേജിലേക്ക് പോവാം. അങ്ങനെ കോളേജ് എത്തി. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എക്സാം 1:30-ക്കാണേലും അവര് എക്സാമിന് ഇച്ചിരി സമയം മുന്നെയാണ് എക്സാം ഹോൾ പബ്ലിഷ് ചെയ്യുന്നത്. സമയം അടുക്കാറായി. അവസാന നിമിഷത്തെ പഠിത്തമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ നമുക്കിനി എക്സാം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ എക്സാം കഴിഞ്ഞു. ആ കിടപ്പ് കണ്ടാൽ അറിഞ്ഞൂടെ, ക്വസ്റ്റ്യൻ പേപ്പർ ഇച്ചിരി കനവും കട്ടിയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഗൈസ്. എക്സാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാൻ നേരമായപ്പോ ദാ പെയ്യുന്ന മഴ. അപ്പോ നമ്മളിനി കുറച്ചേരം മഴ ആസ്വദിക്കട്ടെ. അപ്പൊ ശരി, നാളെ കാണാം. ബൈ.